Hello everyone, welcome back to Xylem. It's me, VJR. Yes. നമ്മുടെ സ്കൂളൊക്കെ തുറന്നു. ഇതേ ജൂൺ പകുതി ആയിട്ടുണ്ട്. നമ്മളിതാ അടിപൊളിയായിട്ട് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബിജാറാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറയാം ഒരു കാര്യം, പരീക്ഷയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്. അതായത് ജൂലൈ ആഗസ്റ്റ് 13 നിങ്ങളുടെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം നമ്മുടെ പരീക്ഷ. അല്ലെ മക്കളെ നമ്മുടെ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ എടുത്തോട്ട് പോവാണ്. ഇപ്പോഴും കുറേ കുട്ടികൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ സ്കൂളിൽ. നമ്മൾ 1-2-3 ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ ബാച്ചിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മുടെ ബാച്ചിൽ ഇപ്പം ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിഞ്ഞു പോയ ക്ലാസ്സുകളുടെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആക്ടിവിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒക്കെ അവിടെ റെക്കോർഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ആ ലൈവിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പം ഉടനെ തന്നെ ഇനി ലേറ്റ് ആവരുത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോഴാണെങ്കിൽ 3 പ്ലാനുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ബേസ് പ്ലാൻ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. ഈ പ്ലാനിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. ഇതാണ് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇതാണ്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും കേട്ടോ. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾ തരും അല്ലേ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പനിച്ച് കിടക്കുകയായിരിക്കും വീട്ടിലൊക്കെ. അപ്പോൾ വീട്ടിലൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളുകളിലെ ക്ലാസ്സുകളൊക്കെ മിസ്സാവും. അപ്പോൾ സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ മിസ്സാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് പോർഷൻസ് മുന്നോട്ട് പോകില്ലേ. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ അതാ കണ്ടോ, കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഒറ്റൊന്നും. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആപ്പിൽ റിവിഷൻ്റെ സമയത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാത്തവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇതാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. അത്രയും ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. അത് ബേസ് പ്ലാൻ ആണെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും, ഇൻഫിനിറ്റി പ്ലാൻ ആണെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൻ വേണ്ടി പറ്റും. ഇപ്പം തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഒരേ പുള്ളിയായിട്ട് നമുക്ക് പഠിക്കാം. കണ്ടോ, ഞാൻ ആ ചോദ്യത്തിലേക്ക് കിടക്കാം. ഏതാണ് ചോദ്യം? നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആപ്പ് തരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തരുന്ന ഒരു ഫീച്ചറാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ, കഴിഞ്ഞ കൊല്ലമാണല്ലോ പുസ്തകം മാറിയത്, പുസ്തകം മാറിയാൽ പോലും ആ മാറാത്ത ചില പോർഷൻസിൽ നിന്ന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം പുസ്തകം മാറിയ സമയത്ത് അതായത് SCERT പുറത്തിറക്കിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസിനെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് സാർ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരേ പൊളിയായിട്ട് പഠിക്കാം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ കുഞ്ഞോനെ. എന്താ ക്വസ്റ്റ്യന്? നോക്ക്, ഒരു 2 അക്ക സംഖ്യയുടെ വർഗം കണക്കാക്കുന്ന ക്രിയയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കാണാനുള്ളതിന്റെ ഒരു ആ വേ എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വിട്ടുപോയ സംഖ്യകൾ ചോദ്യചിഹ്നം കൊണ്ട് സൂചിപ്പിച്ചവ എഴുതുക. ആ ചോദ്യചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്ന ആ പോർഷനിൽ കുറച്ച് സംഖ്യകളുണ്ട്. ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് സംഖ്യയുടെ വർഗമാണ് കണ്ടുപിടിച്ചത്, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചതെന്നും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദിക്കും എന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രഡിക്ഷനൊക്കെ പറഞ്ഞ് അതേ ചോദ്യം തന്നെ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും നിങ്ങളോട് അടിവരയിട്ട് പറയുകയാണ് മക്കളെ, ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണിത് ചെയ്യാമെന്ന് സാറ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. കണ്ടോ, ഞാൻ കാണിച്ചുതരാം. സോറി ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. കണ്ടോ, ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തില് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട പോർഷനിലുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ 900 കണ്ടോ നിങ്ങൾ, ആ 900 ശരിക്കും എങ്ങനെയാ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ 900 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ക്വയർ ആയിരിക്കും. ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും ഈ 900. അതുപോലെ തന്നെ ഈ 60 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും, വർഗമായിരിക്കും. 900 ഏത് നമ്പറിന്റെ സ്ക്വയർ വർഗമാണോ അതായിരിക്കും ഇവിടെയും എഴുതേണ്ടത്. കാരണം ആ നമ്പറും ഈ നമ്പറും കൂടെ ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ സ്ക്വയർ ആയാലാണ് ആ ഒരു സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. 900 എന്ന് പറയുന്ന നമ്പർ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് നോക്കിയാൽ മതി, ഏത് നമ്പറിന്റെ വർഗമാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ 900 ഏത് നമ്പറിന്റെ വർഗമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ഏതാടാ, 30ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 30 ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ ആ 30 എഴുതി വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുക, 30 എഴുതി വെക്കുക.
കാര്യം ഇതാ 30 × 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ് 900 ആണ്. അതേപോലെ ഞാൻ പറഞ്ഞു ഇതാ ഇത് രണ്ടും എന്താണ് സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, അയാളും സ്ക്വയർ ആണ്. ആ 16 എന്ന് പറയുന്ന നമ്പർ കുഞ്ഞോനെ, ആ 16 എന്ന് പറഞ്ഞ നമ്പർ ഒരേ പൊളിയായിട്ട് പഠിച്ചു വെച്ചുകൊണ്ടു, അത് 4ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇവിടെ 4 എഴുതാം, അതേപോലെ ഇവിടെ 4 എഴുതാം. സിമ്പിൾ കണ്ട. അപ്പൊ ഈ രണ്ട് നമ്പർ, അതായത് ഏത് ഇതാ ഇങ്ങനെ ഡയഗണൽ ഇങ്ങനെയുള്ള നമ്പർ രണ്ടും എന്തായിരിക്കും, ഏതോ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ, അടുത്ത രണ്ട് ബോക്സിലുള്ള സാധനങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പൊ അത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഉത്തരം കിട്ടുക അല്ലെ. ഞാൻ ഇപ്പൊ ചെയ്തത് ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ഇയാളും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഉള്ള ഈ ക്വസ്റ്റ്യൻ മാർക്കിന് കിട്ടും. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, 30 × 4 എത്രടാ, 30 4 120. ഓക്കെ, ഒരേ പുളി 120. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ നമ്പറിന്റെ അവിടുത്തെ നമ്പറിന്റെ കിട്ടുക വെച്ചാൽ അതും ഇതേ 120 കാരണം 30ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്യുക, ഈ സാധനമായിരിക്കും ഇവിടെ വരാം. ചുരുക്കം പറഞ്ഞ ഒരു പസില് പോലെ, അതായത് ഇയാളും ഗുണിച്ചാൽ ഇവിടെ കിട്ടും, ഇയാളും ഗുണിച്ചാൽ ഇവിടെ കിട്ടും. കണ്ടോ ആ വരച്ചോക്ക് പസില്. അതുപോലെ 30 × 4 30 × 4 എത്രയാ 120. കണ്ടോ, ഞാൻ ഇങ്ങനെയുള്ള ഡയഗണൽ എന്തായിരിക്കും, അത് സെയിം ആയിരിക്കും. അത് ഈ ഒരു ലോജിക്ക് എപ്പോഴും പഠിച്ചു വെക്കുക. അതായത് ഇത് രണ്ടും സ്ക്വയേഴ്സ് വരുന്ന ടേംസുകളായിരിക്കും. ഏതോ ഒരു നമ്പറിന്റെ ഞാൻ പറഞ്ഞു 30ൻ്റെതും 4നും ആണ്. ഈ രണ്ട് നമ്പർ കിട്ടിയ സെയിമും ആയിരിക്കും, ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇതാണ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെത്, എല്ലാം എഴുതി വെച്ചു. 30 4 120 120 ഒക്കെ എഴുതി കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഏത് സംഖ്യയുടെ വർഗമാണ് കണ്ടുപിടിച്ചത്? സിമ്പിൾ അല്ലേ. ഏത് സംഖ്യയുടെ വർഗമാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയാൽ മതി നിങ്ങൾ. ഏത് ഈ 30ഉം 4ഉം അല്ലേ ഇവിടെ എഴുതിയത്, 30ഉം 4ഉം ആ 30ഉം 4ഉം കൂട്ടിയാൽ മതി. 30ഉം 4ഉം കൂട്ടിയാൽ എത്രയാടാ, 34. അപ്പൊ 34ന്റെ വർഗമാണ് കണ്ടുപിടിച്ചത്. 34ന്റെ വർഗമാണ് അവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. റെഡിയാണല്ലോ. അതായത് ഇവിടെ 30 4ഉം 34, 30 4ഉം 34 അതേ സാധനം, ആ 34 തന്നെയാണ് അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ആ സംഖ്യയുടെ വർഗം എന്താണ്, വാട്ട് ഈസ് ഇറ്റ് സ്ക്വയർ? ആ സംഖ്യയുടെ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പറയടാ, ഈ പെട്ടീൻ്റെ ഉള്ളിലുള്ള മുഴുവനാണ് കൂട്ടിയാൽ മതി. ഏതൊക്കെ ഞാൻ കാണിച്ചത് കുഞ്ഞോനെ, ഈ 900ഉം ഈ 120ഉം ഈ 120ഉം ഈ 16ഉം മൊത്തത്തിലട് കൂട്ടാം. മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന സാധനം എന്താ അറിയോ, ഇത് രണ്ടും കൂട്ടിയേക്കും. 900 120 കൂട്ടിയാൽ എത്രടാ, അത് ഇവിടെ എഴുതും. 900 120 കൂട്ടിയാൽ 1020 അല്ലെ, 1020 കിട്ടും. അതേപോലെ ഇതും കൂട്ട്, 120ഉം 16ഉം കൂട്ടിയാൽ 136. 1020ഉം ഈ 136ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും, 1156 അല്ലേ, 1156. എന്തേലും കൂട്ടിയാലോ കുറച്ചാലോ എന്തെങ്കിലും ഇതുണ്ടോ നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. അതായത് 1136 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, റെഡിയാണ്. അപ്പൊ ഏത് നമ്പറിന്റെ സ്ക്വയറാ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ 34 സ്ക്വയർ ആണ്, അത് 1156 1156. ഓക്കെ, ഐഡിയ ദാറ്റ് ഈസ് വെരി ക്ലിയർ. ഒന്നല്ലെങ്കിൽ ഈ 900ഉം 120ഉം 16ഉം മൊത്തത്തിൽ കൂട്ടിയാലും നിങ്ങൾക്ക് 1156 കിട്ടും, എന്നാലും ശരിയാ. ഇതിപ്പോ ഇതും കൂട്ടി അത് രണ്ട് കൂട്ടിയാലും ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ മറക്കണ്ട, ഇതുപോലത്തെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ഇനിയും ചേരാത്ത കുട്ടികൾ അടിപൊളിയായിട്ട് ചേരുക, ഒരേ പൊളിയായിട്ട് ചേരുക, ഉഷാറായിട്ട് ചേരുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. മറ്റൊരു ക്ലാസ്സും അല്ല, മറ്റേ അടിപൊളി ചാപ്റ്റേഴ്സുമായിട്ട് കാണാം, നമ്മുടെ ആപ്പിൽ കാണാം. ഒരേ പൊളിയായിട്ട് മറ്റൊരു ദിവസം കാണും വരയ്ക്കും. ഇറ്റ്സ് മീ VJR ഫ്രം Xylem Learning. Bye bye.